ദേ നോക്ക്, ഇതിനെ കാണാത്തതല്ലേ ഇപ്പൊ നിന്റെ ടെൻഷൻ. എന്റെ മോള് ദാ അമ്മ. ഓ ഓ ഓ ഓ നോക്ക് നോക്ക് നോക്കി, എന്റെ മോള് ദാ അമ്മ. നിന്റെ മോളിപ്പോ ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. നീ ഇങ്ങോട്ട് വാ, കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നേക്കാം. ദാ വരുന്നു വല്യമ്മ, ഇപ്പൊ വരാം. അയ്യോ എന്തിനു കരയുന്നേ? നിന്റെ അമ്മ വരുമെന്ന്. ഓ ഓ ഓ ഓ ഓ ഓ പോട്ടെ പോട്ടെ. എന്റെ വൈകുമോള് വല്യമ്മയുടെ അടുത്തുണ്ടെന്ന് മാധവ മന്ദിരത്തില്. അവിടെ നിന്നെത്തി അവരുടെ ആളുകളായിരിക്കും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും. അപ്പോ നമുക്ക് നേരെ മാധവ മന്ദിരത്തിലേക്ക് പോവാം. വാ വാ. മീനാക്ഷി ഇപ്പൊ വരും. ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാം, അതുപോലെ അങ്ങ് ചെയ്തേക്കണം. ഓ ഓ ഓ ചൂടാ, എന്തിനാ? ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഓ കരയില്ലേ, അമ്മ ഇപ്പൊ വരും. ഓ ഓ ഓ എടുത്തി എടുത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, വീട്ടിൽ പോവാം. ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അതല്ലടാ മോനെ, ഇപ്പൊ വേറൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? അല്പം മുൻപ് അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നെ ചതിച്ചു മോളെ എന്ന് മാത്രം പറഞ്ഞു. അവൾ എന്നെ ചതിച്ചെന്നോ? എന്താ അത്? അറിയില്ല. പിന്നെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടും അച്ഛൻ എടുത്തതുമില്ല. അച്ഛൻ വീട്ടിലല്ലേ? എന്താ അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കാം. ഏട്ടത്തി അതങ്ങ് വിട്ടേക്ക്. ഡോക്ടർ, കാർത്തികിനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, വെയിറ്റ് ചെയ്യൂ. എല്ലാവരും കൂടി ഇവിടെ നിൽക്കണമെന്നില്ല, ഒരാൾ മാത്രം നിന്നാ മതി. പേഷ്യന്റിനെ നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എല്ലാരും കൂടി ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി പറഞ്ഞതാ. അമ്മ വീട്ടിലേക്ക് വെക്കോ, ഞാനും മാലതിയും ഇവിടെ നിന്നോളാം. അത് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. എല്ലാവരും പൊയ്ക്കോ. അമ്മ എന്തു പറയുന്നു? ഇന്നെന്തായാലും മാലതി ഇവിടെ നിൽക്കട്ടെ, അത് മതി. ചെല്ല്, നിങ്ങള് അകത്തേക്ക് വരൂ. കയറിട്ട് പോവല്ലേ? പിന്നെ ഇവിടം വരെ വന്നതല്ലേ. ഹലോ, എവിടെ? അത്യാവശ്യമാണോ? ശരി, വരാം. കയറാൻ നേരമില്ല, ഒരു അർജന്റ് കാര്യം. ഞങ്ങൾ പൊയ്ക്കോട്ടെ. എന്നാ ശരി.
ധൈര്യം കൈവിടരുത്. എന്ത് വന്നാലും നേരിടണം. ഓക്കെ? ഓക്കെ. വല്യമ്മേ, ആ നീ വന്നോ? നീ എന്നെയോ മുത്തശ്ശനെയോ കാണാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കുറെ കൂടി സമാധാനത്തിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അപ്പാടെ മാറി. എന്താ വല്യമ്മേ? അതൊക്കെ കേൾക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ ഞാൻ പിറകെ പറയാം. അതിനു മുൻപ് നിനക്ക് നഷ്ടപ്പെട്ടത് നീ തിരികെ വാങ്ങിച്ചു. മോളി. എന്താ മാഡം? മോളെ. മോളെ, അമ്മയുടെ പൊന്നു മോളെ. അമ്മയുടെ പൊന്നു മോളെ. നിനക്ക് സന്തോഷായോ? ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും നിന്റെ ആഗ്രഹം. കിട്ടേണ്ടത് കിട്ടിയല്ലോ അല്ലേ? നിനക്കവിടുന്ന് ഓരോ നിമിഷവും കിട്ടുന്ന അവഗണനയും അപമാനവും ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഞാനത് നിന്നോട് തുറന്നു ചോദിച്ചാ നീ അതെന്നോട് പറയില്ല. നീ ആ സെക്കൻഡിൽ ചെമ്പകമംഗലത്തെ ആളാവും. ചെമ്പകമംഗലം പോലെയാ നിനക്ക് ഈ മാധവ മന്ദിരവും. അത് നീ മറന്നു കളയരുത്. അവിടുത്തെ പോലൊരു മുത്തശ്ശൻ നിനക്കിവിടെയുണ്ട്. നിന്നെ കാത്തുകാത്തിരിക്കുന്ന ഒരു മുത്തശ്ശൻ, നിന്റെ അമ്മയുടെ അച്ഛൻ. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുക. അതെ, അതൊരു അപേക്ഷയായിട്ട് മാത്രം കരുതിയാ മതി. കാരണം എന്റെ അച്ഛന് നിന്നെ കാണാനുള്ള ആഗ്രഹമുണ്ട്. നിനക്കില്ലെങ്കിലും. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതല്ലല്ലോ, എന്റെ മോള് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. ഇപ്പൊ നീ കയറി കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിനക്ക് നിന്റെ മുത്തച്ഛനെ
ജീവനോട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ജീവിതകാലം മുഴുവൻ നിനക്ക് അതിന്റെ പേരിൽ കരയേണ്ടി വന്നേക്കാം. മുത്തശ്ശനും എന്തു പറ്റി വല്യമ്മേ? അച്ഛന്റെ കാര്യങ്ങൾ ആകെ ഒരു പരിങ്ങലില്ല. ഏത് നിമിഷവും എന്ത് സംഭവിച്ചേക്കാം. അറിയിക്കേണ്ടവരെ അറിയിച്ചേക്കാനാ ഡോക്ടർമാർ പറഞ്ഞത്. അയ്യോ, എന്താ മുത്തശ്ശന് അസുഖം? ഒരു അറ്റാക്ക് ഉണ്ടായി. അവിടെ നിന്ന് അസുഖങ്ങളുടെ തുടക്കം. അയ്യോ, ഹാർട്ടിന് വലിയ കുഴപ്പങ്ങളുണ്ട്. ഒരു ഓപ്പറേഷനിലൂടെ ജീവൻ രക്ഷിക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ അവരാരും ഉറപ്പ് പറയുന്നില്ല. ആ, നീ കരയണ്ട. കരയാൻ വേണ്ടി പറഞ്ഞതല്ല വല്യമ്മ. ആ, എന്തായാലും മോൾ അകത്ത് പോയി മുത്തശ്ശനെ ഒന്ന് കാണും. കുഞ്ഞിനെ ഇങ്ങത്താ വാ. ഓ ഓ ഓ ഓ. മോളെ, കരയണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാനല്ലേ പറ്റൂ. ഇതാ അച്ഛന്റെ അവസ്ഥ. ഈ അസുഖം വന്നപ്പോ പിന്നെ മീനാക്ഷി മീനാക്ഷി എന്ന മന്ത്രം മാത്രമേ അച്ഛനുള്ളൂ. മരണത്തിന് മുമ്പെങ്കിലും കൊച്ചുമോളോട് കുറേ ദിവസം നിൽക്കാനുള്ള ആഗ്രഹം. എന്റെ മോള് കുറച്ചു നേരം അച്ഛനോടൊപ്പം ഇരിക്കെ. മോളെ, എന്താ മാഡം? അച്ഛൻ മരുന്നിന്റെ സെഡേഷനിൽ ഉറങ്ങുകയാണെന്ന് മീനാക്ഷിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവളത് മനസ്സിലാക്കും മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടപ്പാക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. അതായത് മനസ്സിലായോ? ശരി ചെല്ല്. മാഡം.
ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ട് നശിച്ച് നാരായണക്കല്ല് പെറുക്കിയ തറവാട് പോലെയായി എന്റെ ചെമ്പകമംഗലം. എത്ര വർഷം പഴക്കമുള്ള വീടാണ് അമ്മയത്. ഐശ്വര്യക്കേടെന്നൊക്കെ തോന്നുന്നതേ നമ്മുടെ മനസ്സിന്റെ കുഴപ്പാ. മനസ്സ് ശരിയല്ലാത്തോണ്ടാ. എന്റെ കുട്ടി വന്ന് വിഷമിച്ച് കിടക്കാവും. അയ്യോ, നിങ്ങളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഈ തറവാട് തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങി അവളില്ലേ, നമ്മുടെ വൈകമോളെ എടുത്തോണ്ട് എങ്ങോട്ട് പോയി കളഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഏത് ഒരുമിട്ടവള് കുഞ്ഞിനെടുത്തോണ്ട് പോയെന്നാ പറഞ്ഞേ? അവളാണോ ആ മൈഥിലി പിന്നെ ഇതിനകത്ത് വലിഞ്ഞു കയറിയോ? മൈഥിലിയല്ല, മീനാക്ഷി. ഓഹോ, അപ്പൊ മീനാക്ഷി ഇവിടെ പലർക്കും കൊള്ളരുതാത്തവളും ഒരുമ്പട്ടവളുമായി തീർന്നു. എന്റെ ഭാര്യയാണിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ചെകിടടിച്ച് പൊളിച്ചനെ. ഇതിപ്പോ ചേച്ചിയായിപ്പോയി. എന്ത് ചെയ്യാനാ? എന്റെ മകന്റെ കുഞ്ഞിനെ കട്ടോണ്ട് മീനാക്ഷി പോയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കാർക്കും ഒരു വികാരം തോന്നുന്നില്ലല്ലേ? കട്ടോണ്ട് പോയെന്നോ? കട്ടോണ്ട് പോവാൻ വൈകമോൾ എന്താ കമ്മലോ മാലയോ മറ്റോ ആണോ? അവൾ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. നശിച്ചവള്. മീനാക്ഷി അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. അമ്മ വെറുതെ അവളെ കുറ്റപ്പെടുത്തരുത്. ദേ, നീ അവളെ ന്യായീകരിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എന്നുവെച്ചാ അവരവരുടെ അഭിപ്രായം പറയാൻ പാടില്ലേ ഇവിടെ? അതെന്താ ഇവിടെ അടിയന്തരാവസ്ഥയുണ്ടോ? അവള് കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടാ പോയെന്ന് നീ കണ്ടോ മോളെ? അത് കുഞ്ഞിനെ കൊണ്ട് ഞാൻ ദേ ഇവിടെ ഇരിക്കായിരുന്നു. മൊബൈല് ബെല്ലടിച്ചപ്പോ ഞാൻ അതെടുക്കാനായിട്ട് പോയി. ആ തക്കത്തിന് അവൾ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഓടി. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കണ്ണുകളിൽ അറിയാലോ സത്യങ്ങൾ. ചേച്ചി, ചേച്ചി മെന്നെ ഈ കഥകൾക്കൊന്നും ഒട്ടും ലോജിക്കില്ലല്ലോ. സംതിങ് റോങ്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മീനാക്ഷി വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോയപ്പോ അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. ഇപ്പൊ അച്ഛൻ എവിടെ? അച്ഛൻ അമ്പലത്തിൽ പോയി. എന്റെ കാർത്തിമോൻ അവിടെ ICUല് കോമാ സ്റ്റേജിൽ കിടക്കുക. ആ സമയത്ത് ആ നശിച്ചവൾ ഈ ദ്രോഹം ചെയ്തല്ലോ എന്റെ ദൈവമേ. കാർത്തി, കാർത്തി. പലരും പറഞ്ഞപ്പോ ഞാനിത് വിശ്വസിച്ചില്ല. തലയെ കയറ്റിവെച്ചു. എന്നിട്ട് എന്റെ കൊച്ചുമോനെ കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിച്ചു. നശിപ്പിച്ചില്ലേ അവൾ എന്റെ തറവാടിനെ? അവൾ ആ മാധുരിയുടെ മകളാ, മാധുരിയുടെ മകള്. അവള് നശിച്ചെന്നു. അമ്മേ, കാത്തിരുന്ന് 17.5 വയസ്സുള്ളപ്പോ സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ വന്നതാ അമ്മയുടെ കൊച്ചുമോള് മീനാക്ഷി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങി ആ കുഞ്ഞിവിടെ ജീവിക്കുന്നു. അവളെ കല്ലും മരവും കൊണ്ട് നിർമ്മിച്ചതല്ലമ്മേ, അതൊരു മനുഷ്യജീവിയാ. അവൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയും അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. എന്നാലും ഇരിക്കപ്പിണ്ടം വയ്ക്കുന്നതിനേക്കാൾ ക്രൂരമായി അമ്മ പറയാൻ തുടങ്ങിയല്ലോ ആ കുഞ്ഞ് നശിച്ചു പോട്ടെ എന്ന്. ആ ശാപവാക്കുകൾ അമ്മ എനിക്ക് നേരെ പറഞ്ഞോ?